ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഷൈൻ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. B6 മോഡൽ ഷൈനാണ്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറണം, ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുണ്ട്, ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഗിയർ ചില സമയങ്ങളിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഇടണ സമയത്ത്. സ്ലോ സ്പീഡിൽ വണ്ടി ഓഫ് ആവണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ ബെൻഡ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ചെക്ക് ചെയ്യുക. മീറ്ററിനകത്ത് മീറ്റർ ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് മാറ്റിയിടാം. സെൽഫ് സ്വിച്ച് ചെക്കപ്പ് മാത്രം ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്കതിനകത്ത് ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബെൻഡ് ഉണ്ട്. അത് നമുക്ക് ലെവൽ ചെയ്യാനായിട്ട് പറ്റില്ല, അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഐറ്റം മേടിച്ച് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, ഐറ്റം വരുത്തി മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, മീറ്റർ കേബിൾ വിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ക്രൗണ് പിനിയൻ ഗിയർ സെറ്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ മീറ്റർ കേബിളും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു സൈഡിലെ ബൾബ് പോയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് പിക്കപ്പ് കുറവ് കാണിക്കുന്നുണ്ട്, അത് തന്നെയാണ് മറ്റേ സ്ലോ സ്പീഡിൽ ഓഫായി പോകുന്നതിൻ്റെ റീസൺ. അത് നമുക്ക് ഫ്യൂൽ പമ്പ്, ഇതാണ് ഫ്യൂൽ പമ്പിൽ വരുന്ന ഫിൽറ്റർ നമുക്ക് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ പ്രോബ്ലംസ്. ഞാനത് ബാക്കിയത്തെ വർക്കുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ചെയിൻ സ്പോക്കറ്റ് മാറ്റാനായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അതിൻ്റെ പരമാവധി ഉപയോഗിച്ച് ബ്രേക്ക് ക്യാമൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണം. ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ടൈമാണ്. ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല, ടയർ കണ്ടീഷനൊക്കെ ഓക്കെയാണ്, വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ ഓൾറെഡി പൊട്ടി കിടക്കാം, അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിടണം കേട്ടോ. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറേണ്ടത് പറഞ്ഞിട്ട് സ്പോക്കറ്റ് ചെയിനും കൂടിയിട്ട് സെറ്റായിട്ട് മാറണം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഓൾറെഡി പൊട്ടി കിടക്കാം. അപ്പോൾ ക്രൗണ് പിനിയൻ, അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിനിയൻ സെറ്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കേബിൾ മാറ്റി മീറ്റർ വർക്ക് ചെയ്യാൻ ആക്കിയിടാം. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാവരും കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാം. അപ്പോൾ അതുകൊണ്ട് മീറ്റർ മെക്കാനിസം കംപ്ലയിൻ്റ് ഇല്ല, ക്രൗണ് പിനിയും കംപ്ലയിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റി നമുക്ക് വർക്കിംഗ് ആക്കാം. പിന്നെ വണ്ടി ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ഇളക്കം വരുന്നുണ്ട്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. വീൽ ബെയറിങ് നമുക്ക് പിടിച്ചിങ്ങനെ ഷെയ്ക്ക് ചെയ്യിക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ബെയറിങ് പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പാഡ് സെറ്റ് ഒന്ന് അഴിച്ചു നോക്കിയതാണ്. ബ്രേക്ക് പാഡ് മാക്സിമം ഫുള്ള് തീർന്ന് നിൽക്കണേ. ഇത് ഇപ്പോൾ ഈ പാഡുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ 3 ലൈൻ കാണാനുണ്ട്. ഇതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്, പക്ഷേ അത് മാക്സിമം ഉപയോഗിച്ച് തീർന്ന ആ ലൈനൊക്കെ മാഞ്ഞു. ഇനി നേരിട്ട് അതിൻ്റെ പ്ലേറ്റ് കയറിയ ഡിസ്കുമ്പോൾ പിടിക്കാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റണം. സ്പാർക്ക് പ്ലഗ് പുതിയ പ്ലഗ് കിടക്കണേ. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തു, പുതിയ എയർ ഫിൽറ്ററാണ് അത് ഇരിക്കണേ. കമ്പനി ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഓയിൽ അഴിക്കുമ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി നമുക്ക് മാറ്റേണ്ടി വരും. ഓയിൽ ഫിൽറ്ററും കൂടി നമ്മൾ മാറ്റി സെറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പവർ സോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററി വണ്ടിയിൽ ഇരിക്കണേ, 2023 ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.45 റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.6ലേക്ക്, അത് ശരിക്കും 9.5 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വോൾട്ട് ഒരല്പം കുറവുണ്ട്, നേരത്തെ കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടിയുടെ ഒരു സർവീസിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ് നിലവിൽ കണ്ടീഷൻ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മാറ്റേണ്ടി വന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ ബാക്ക് വീലിനകത്ത് തന്നെ റബ്ബർ സെറ്റ് മാറ്റണം. ചെയിൻ സ്പോക്കറ്റ് കിറ്റ് മാറ്റേണ്ടി വരും. പിന്നെ ഫ്യൂൽ പമ്പിൻ്റെ ഉള്ളിൽ വന്ന ഫിൽറ്റർ മാറ്റി റീസെറ്റ് ചെയ്യണം. എൻജിൻ ഓയിൽ മാറണം. സ്പീഡോമീറ്റർ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് കേബിൾ മാറ്റി വർക്കിംഗ് ആക്കിയെടുക്കാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ ബ്രാക്കറ്റിൻ്റെ 2 റബ്ബർ ബൂട്ട് സെറ്റ് ഉണ്ട്, അതുകൂടി മാറ്റിയിട്ട് വേണം നമുക്ക് ഗ്രീസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ സൈഡ് വരുമ്പോൾ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിടാനുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് ഞാനൊന്ന് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. സ്വിച്ചിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിടാം, 2 സ്വിച്ചുകൾ ലൂബ്രിക്കേറ്റ് ചെയ്തിടാം. മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബൾബ് മാറ്റി റീസെറ്റ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ചെയിൻ സ്പോക്കറ്റ്, ഫ്യൂൽ പമ്പ് ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ ഉള്ള, ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററൊക്കെ മാറ്റാനുള്ളത് കൊണ്ട് ഒരല്പം താമസിച്ചിട്ടാണ് വർക്ക് തീരുള്ളൂ. നമുക്ക് ഓടിച്ചിട്ട് ചെയ്യാൻ പറ്റിയ പണിയല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സമയം എടുക്കും. പരമാവധി ഞാൻ ഇന്ന് തരാൻ പറ്റുമോ എന്നുള്ള ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ ചാൻസ് തീർന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു 10 മണി 11 മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നിർബന്ധമായിട്ടൊന്ന് റിപ്ലൈ ഇടണം, കാരണം റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്യുള്ളൂ.
അപ്പോൾ മാക്സിമം നേരത്തെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ.